നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോകുന്നില്ല എന്ന് പറഞ്ഞ സത്യം അവളെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാം. അതുകൊണ്ട് അവൾക്ക് വന്നേ പറ്റും. ഇത്തവണ അവള് കുടുങ്ങിരുവായത്. ഇതിനിടയിൽ എന്താണോ ഒരു വിനോദയാത്ര? ഭാമാണ്ടി നിർബന്ധം പറഞ്ഞുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഈ ശവങ്ങളുടെ ഒപ്പം ആരെങ്കിലും വിനോദയാത്ര പോവോ? വിനോദത്തിന് പറ്റിയ ഓരോ സാധനങ്ങൾ. തൽക്കാലം ചെന്ന് നിൽക്കാൻ ഒരു ഇടമില്ലാതായിപ്പോയി. എന്തായാലും തോറ്റിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്ന പ്രശ്നമില്ല. ഇവിടെ നിന്ന് തന്നെ ജയിച്ചു കളിക്കും ഞാൻ. അല്ല, കാറിൻ്റെ ഉള്ളിൽ അത്ര മൂകത? അതെ, അമ്മ നമ്മളെ 3 കപ്പിൾസിനെയും ട്രിപ്പിന് പറഞ്ഞയക്കുന്നതേ ഒരു ഹണിമൂൺ കൂടി ഉദ്ദേശിച്ച അത് മനസ്സിലാക്കിയ കൊള്ളാം. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഈ വിഷ്ണുവേട്ടന് ഒരു നാണമില്ല. ദേഹത്തോടലോട്ടുണ്ട് കണ്ടോളൂ. ദേഹത്ത് കൈ വയ്ക്കിട്ട് അതിന്റെ കണ്ടോളൂ. അല്ല, ഞാൻ കാറിന്റെ കാര്യം ഉദ്ദേശിച്ചേ. എന്റെ വിഷ്ണു, എങ്ങനെ ഹാപ്പി ആവാനാ? ദേ ഇവിടെ ഒരാളുടെ ഇരിപ്പുണ്ടോ? ആരോ മരിച്ചുപോയ പോലെ. ആരാ? റേദിയാ? അതെ, ആ കേസിന്റെ കാര്യം പറഞ്ഞത് മുതൽ ആള് വലിയ സങ്കടത്തില. ഒന്നും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ അർജുനേട്ടൻ തോറ്റു പോകൂലെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാലേ ഇന്നലെ രാത്രി കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് എന്നെ ഒരു പൊടി ഉറക്കിയിട്ടില്ല. ഇവിടെ ഒരാൾ ഇരിക്കുന്നതാണ്ട് ആരോ മരിച്ചെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് പേടിച്ചും കരച്ചിലൊക്കെ ആയിട്ട് പൊടി ഉറക്കിയിട്ടില്ല. ഇത് അതേ ഡയലോഗുകളും അതേ സിറ്റുവേഷനുമാണല്ലോ. കാറിനുള്ളിൽ ഇരിക്കുന്ന പൊസിഷൻ പോലും പഴയതുപോലെ. ഇവർ ആ സംഭവം റീക്രിയേറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു. ബുദ്ധി ഇവളുടെ ആയിരിക്കും. എന്നിട്ട് ഇവൾക്ക് എന്ത് തേങ്ങ ഓർമ്മ വരാനാ? ഈ സുസ്മിതയോടാ കളി. ആ, ടൈം പാസിനൊരു വകയായി. ഇരുന്നു കൊടുത്തേക്കാം. അതെ, കേസിന്റെ കാര്യം ഓർത്ത് ഒരു ടെൻഷനും വേണ്ട പ്രീതി. കേസ് നമ്മൾ തന്നെ ജയിക്കും. പിന്നെ നീ കുറെ ജയിക്കും. എന്താ അവിടെ അനക്കൊന്നുമില്ലല്ലോ രോഹിത്തേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് ബ്രോ. അഭിനയം തീരെ പോരാ. ഞാൻ ഇതൊക്കെ പൊളിച്ചടക്കി നിന്റെ കൈ തന്ന് കാണിക്കാം. നല്ല സ്ഥലം അല്ലേ പ്രീതി? അതെ. ഇത് നമ്മള്
പഞ്ചകൈലാസത്തിൽ പോയപ്പോ കണ്ട സ്ഥലം പോലെ ഇല്ലേ, സൂയിസൈഡ് പോയിന്റ് പോലെ. അപ്പൊ ഞാൻ സംശയിച്ചതെല്ലാം ശരിയായി. ആ വൃക്ഷത്തെ സ്ഥാപിച്ചിരുന്ന യന്ത്രങ്ങളെ കണ്ടപ്പോ മുതല് എനിക്ക് ഓരോ സംഭവങ്ങളായിട്ട് ഓർമ്മ വരിക. ക്ഷേത്രത്തിൽ യന്ത്രം സ്ഥാപിച്ച ശേഷം നമ്മൾ നേരെ പോയത് റൂം ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിലേക്കാ. പൗർണമി ദിവസം രാത്രി യന്ത്രം ശിവസന്നിധിയിൽ ഉണ്ടാകണമെന്നാണ് സിദ്ധം പറഞ്ഞത്. അതനുസരിച്ച് ആ രാത്രി നമ്മൾ പഞ്ചകൈലാസത്തിൽ താമസിച്ചു. പിറ്റേന്നാണ് മൃത്യുഞ്ജയ പൂജ, ശരിയല്ലേ? അതെ പ്രീതി. ഈശ്വര, ഇവക്ക് അക്കാര്യങ്ങളൊക്കെ എന്നേക്കാൾ നല്ല ഓർമ്മയാണല്ലോ. എവിടെങ്ങാനും സൂയിസൈഡ് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ പോയി ചാടുകയാവും നല്ലത്. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നതിലും ഭേദമല്ലേ. റിസോർട്ടിൽ വെച്ച് സുസ്മിത രോഹിത്തിനോട് നല്ല സ്നേഹമായിട്ട് പെരുമാറി. അത്രയും സ്നേഹത്തില് അവര് പെരുമാറി കണ്ടിട്ടില്ല നമ്മള്. അന്ന് രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാക്കി നമ്മള് ഒരുമിച്ചിരുന്ന് പാട്ട് പാടി. ഇനിയും ഉണ്ടൊരു ജന്മം എന്ന പാട്ടാ ഞാൻ പാടിയത്. രോഹിത്ത് മരണമെത്തുന്ന നേരത്തും. മരണത്തെയും പുനർജന്മത്തെയും പറ്റിയുള്ള പാട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വിഷ്ണുവേട്ടൻ ഇടയ്ക്ക് കയറി. എല്ലാവരും ഒരു കരച്ചിലിന്റെ മൂഡിലായിരുന്നു ഇപ്പോ. സുസ്മിത കരഞ്ഞപ്പോ രോഹിത് ആശ്വസിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണുട്ടനൊരു പാട്ട് പാടി. അപ്പോഴേക്കും എല്ലാവരും ഉഷാറായി. ഏത് പാട്ടായിരുന്നു അത്? കാറ്റാടിത്തണല്ലോ. അതല്ലേ. പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം മൃത്യുഞ്ജയ പൂജ നിശ്ചയിച്ചിരുന്നത്. സമയം ധാരാളം ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങി. എന്തോ കാര്യം കൊണ്ട് ഭയന്നിരുന്നു ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.